അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളെ പപ്പായ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. എന്നാലും ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കണം ഇങ്ങനെയാണ്. ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല രുചിയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല കഴുകിയിട്ടാണ് ഞാൻ ഇതുപോലെ ചിരവി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 2 മണി കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പൊട്ടിപ്പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 2 തരം മുളക് കൊടുത്തിക്കണം കേട്ടോ. ഉണക്കമുളക് കൊടുത്തിക്കണം, പച്ചമുളക് കൊടുത്തിക്കണം. പിന്നെ ഉപ്പേരിക്ക് സാധാരണ ഞാൻ അങ്ങനെ എടുക്കൽ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കുക. അത് നല്ല മൂത്ത് വന്നിക്കണം കേട്ടോ. നമുക്ക് ആ പപ്പായ അതിലിട്ട് കൊടുത്തിട്ട് ആവിക്ക് തന്നെ വെച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട, ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കാബേജൊക്കെ വേവിച്ചണ പോലെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, അധികം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പപ്പായൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല വഴറ്റി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ആവിക്കാക്കി എടുക്കാം. കഴിഞ്ഞു, ഉപ്പേരി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ.